വിരലൊന്നു മുട്ടിയാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളെ. നിങ്ങളാ എന്റെ മണിവീണ കമ്പികൾ കേട്ടോ. തുടങ്ങാം. നേരെ ഇന്നലെ ഒരു കൊച്ചു പറഞ്ഞ അമ്മ വരക്കാത്ത കൂടെ നടന്നിട്ട് വന്നില്ലെന്ന്. അമ്മയ്ക്ക് ധൃതിയാ. ഞാൻ വീഡിയോ എടുക്കുമ്പോ പെട്ടെന്ന് എഴുന്നേറ്റ് പോണോന്ന് അമ്മയ്ക്ക് ധൃതിയാ. അതുകൊണ്ട് അമ്മ ഇപ്പൊ അങ്ങനെ വരാറില്ല. എന്തെങ്കിലും അല്ലറ ചില്ലറ ജോലിയായിട്ട് അമ്മ വരക്കാത്ത കൂടെ നടക്കും. ഇത് എള്ളുണ്ട. ഇന്നലെ സുജി മേടിച്ചോണ്ട് വന്ന എള്ളുണ്ട. പിന്നെ എരിവ് മിച്ചറും മേടിച്ചോണ്ട് വന്നു. നല്ലതല്ലേ? ഞാൻ മേടിക്കും കേട്ടോ എള്ളുണ്ട. എനിക്കിഷ്ടം. കടിച്ചാ പൊട്ടുകല്ല. എന്നാലും നമുക്ക് കാബേജ് വെക്കാം. കാബേജും ക്യാരറ്റും. ഇന്നത്തെ കാബേജും ക്യാരറ്റും ആണ്. അങ്ങനെ നിങ്ങൾക്ക് എന്നാണ്ട് വിശേഷം? ഇന്നലത്തെ വീഡിയോയിൽ കമന്റ് എല്ലാം ഞാൻ കണ്ടു, വായിച്ചു. എല്ലാവർക്കും കവിത ഇഷ്ടപ്പെട്ടു. ഒരു ചേച്ചി എന്നെ കവിതയെന്നാ വിളിക്കുന്നത്. അന്നേരം അമ്മയുടെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞു ചെറുതായിട്ട്. ഇനി കപ്പ കഴിക്കും. മീൻകറി വെന്തിട്ട് കപ്പ കഴിക്കും. പിന്നെ ഉച്ചക്ക് ചോറ്. ഇപ്പൊ ഇവിടെ മഴ പെയ്തു കേട്ടോ. മഴയാ, വലിയ മഴയല്ല, ചെറിയ മഴ. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ പറ. എന്നാണ്ട് വിശേഷം പറയാം. ഇന്നലെ ഞാൻ മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു സിനിമ കണ്ടേ. നല്ലതായിരുന്നു. അതിനകത്ത് ശ്രീനിവാസന്റെ കോമഡി, ലാൽ സാറിന്റെ അഭിനയവും ഒക്കെ നല്ലതായിരുന്നു കേട്ടോ. ഞാനത് കണ്ടു. ഓരോരോ ദിവസം ഓരോരോ പടം കാണും. പിള്ളേരില്ലാത്ത കൊണ്ടേ നേരം പോക്കില്ല. പക്ഷെ പകല് നല്ല നേരം പോക്കാട്ടോ. വീഡിയോ എടുത്തു, വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞു, അങ്ങനെ ഇരിക്കും. പിന്നെ എവിടെങ്കിലും പോണെങ്കിൽ പോകും. ഈ ആഴ്ച ഒരു മരിച്ചടക്കുണ്ടായിരുന്നു, ഒരു മാമുദീസ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പുതിയ വീട് പണിയുന്ന അവിടം വരെ ഒന്ന് പോയി. അങ്ങനെയൊക്കെ ഈ ആഴ്ച അങ്ങനെ പോയി. പിന്നെ മിഞ്ഞാന്ന് ബാങ്കിൽ പോയി, പാലായ്ക്കൊക്കെ പോയി. അങ്ങനെ കാബേജും ക്യാരറ്റും തോരൻ വെക്കുന്നവര് ഉണ്ടെങ്കിൽ കമന്റ് ഇടണേ. പിന്നില്ലേ പിന്നെ ഇന്ന് തന്നെ നിങ്ങൾക്ക് കറിയെന്ന് കമന്റ് ഇടണം. കാബേജും ക്യാരറ്റും തോരൻ വെക്കുന്നവര് കമന്റ് ഇടണം. പിന്നെ കപ്പയും പോത്തും മേടിച്ചൊരു കമന്റ് ഇടണം. അങ്ങനെ എല്ലാ കമന്റും ഇടണം. കമന്റ് ഇട്ടാലേ ഞാൻ നല്ല ഉഷാറോടെ വീഡിയോ ചെയ്ത് ഇടുള്ളൂ. അല്ലെങ്കിൽ ഞാനേ മിണ്ടുകയല്ല. ഉഷാറോടെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റത്തില്ല. പിന്നെ ഇത് എള്ളുണ്ട മിഠായി ആർക്കാ ഇഷ്ടമെന്ന് പറയണേ. ഇന്നലെ മേടിച്ചോണ്ട് വന്ന അങ്ങനെ മിഠായി. പിന്നെ ഇന്ന് ഞായറാഴ്ചയല്ലേ, എല്ലാവരും പള്ളിയിൽ പോയോ? ഞങ്ങള് രാവിലത്തെ കുർബാനയ്ക്ക് പോയി. രാവിലെ പള്ളിയിൽ പോയി. ഇനിയിപ്പം ഇതെല്ലാം കറിയും വെച്ച്, മഴയാ, ഒരു ഭംഗിയില്ല നമുക്ക് മുറ്റത്തിറങ്ങാനായിട്ട്, മഴ ആയതുകൊണ്ട്. പിന്നെ എന്നാണ്ട് വിശേഷം? ഞാൻ നിങ്ങളോട് വർത്താനം എല്ലാ കറിക്കും ഒന്നിച്ചരിഞ്ഞു വെക്കും. എല്ലാ കറിയും ഒന്നിച്ചരിഞ്ഞു വെക്കും. ആ കറിക്ക് അരിയാൻ തന്നെ ഞാൻ രാവിലെ എടുത്തു വെക്കും എല്ലാം. എന്നിട്ട് വീഡിയോ എടുക്കുമ്പോൾ അരിയാനായിട്ട് മാറ്റി വെക്കും. അങ്ങനെ വീഡിയോ എടുക്കുന്ന ഭയങ്കര പാടാട്ടോ. 3-4 മണിക്കൂർ സമയം പോക്ക. 3-4 മണിക്കൂർ സമയം പോകും. ചായ കുടിച്ചില്ല. ചായ കുടിക്കണം. അമ്മേ, ആ മീൻകറിക്ക് ഇച്ചിരി ഉപ്പിടാവോ? ഇച്ചിരി മതി. ഉണക്ക മീൻകറി അടുപ്പത്ത് വെച്ചിരിക്കുക. അന്നേരം അമ്മയോട് ഞാൻ ഇച്ചിരി ഉപ്പിടാൻ പറഞ്ഞു. അന്നേരം അമ്മ ഉപ്പിടും. ഇതുകൊണ്ടാ നമ്മുടെ മാവേല് 2 മാങ്ങ ഉണ്ടായിരുന്നേ. കഴിഞ്ഞ മാസം ഒരെണ്ണം പറിച്ചു, വലുതായിരുന്നു. ഇത് ഇന്ന് ഒരെണ്ണം പറിച്ചു ഉണക്കമീൻ കറി വെക്കാൻ. 2 മാങ്ങയേ ഉള്ളായിരുന്നു. ബാക്കി
പൂവിട്ട് വരുന്നതേ ഉള്ളൂ. അങ്ങനെയൊക്കെ ഇത് ഇച്ചിരി വലുതായിപ്പോ കേട്ടോ. ഓ, പാപ്പു അന്വേഷണത്തിന് വരുന്നുണ്ട്, എന്നെ അടുക്കുക. പാപ്പുവിന് അമ്മ ചായ കുടിച്ചപ്പോ പാല് തിളപ്പിച്ചു കൊടുത്തു. പപ്പാടെ മുത്ത പാപ്പു. ഞങ്ങളെക്കാട്ടിലും ഇഷ്ട പാപ്പുവിനെ സ്ഥിതിക്ക്. പാപ്പാടെ മുത്തേന്ന പപ്പായി വിളിക്കുന്ന. അങ്ങനെ അങ്ങനെ പാപ്പുവിനെ കൊഞ്ചിച്ച് സ്ഥിതി ഇരിക്കും. ഇവിടെ വന്ന സന്ധ്യയാകുമ്പോഴേ വരുള്ളൂ. ഇപ്പൊ പണിസ്ഥലത്ത് പോകുന്നോണ്ട് ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകാറില്ല ഒരാഴ്ചയായിട്ടെ. ഇന്ന് തൊട്ട് പോണോന്നും പറഞ്ഞണ്ട. അന്നേരം മടുക്കുകയല്ലേ പണിസ്ഥലത്ത് പോയിട്ട് വരുമ്പോ. അന്നേരം ഇന്ന് തൊട്ട് പോണോന്നും പറഞ്ഞോണ്ടിരിക്കുക. പിന്നെ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നും വിശേഷം എന്നാന്നും, പിന്നെ നിങ്ങൾക്ക് എന്നാ ജോലി, ജോലിനെ കുറിച്ച് പറയണം കേട്ടോ. നിങ്ങൾക്ക് എന്നാ ജോലി എന്ന് പറയണം. അതോ വീട്ടിലിരിക്കുന്ന അമ്മമാരാണോ, അങ്ങനെ പറയണം. അങ്ങനെ പറഞ്ഞാ എനിക്ക് പിന്നെ എല്ലാവരുടെയും പേര് പറയും. ചേച്ചി എൻ്റെ പേര് ഇതാണ് പേര് പറയുമോ? അങ്ങനെ പേര് പറയണം, ജോലി പറയണം, വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറയണം. ഇന്നലെ തസ്ലി ചേച്ചി പറഞ്ഞെന്ന് തോന്നുന്നു, തസ്ലി കൊച്ചി പറഞ്ഞെന്ന് തോന്നുന്നു വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങളൊക്കെ എന്ന് കാണാൻ പറ്റുമെന്ന് ഞാൻ നോക്കുന്നു. എന്നാ കാണാൻ പറ്റും? ദൈവമേ, എനിക്ക് നിങ്ങൾ ഞാൻ അരിയുവാ. കാബേജ് ക്യാരറ്റും എടുത്തു. അങ്ങനെ അമ്മ ചോദിക്കുക കാബേജ് അരിയണമെന്ന്. അമ്മ ഞാൻ കാബേജ് എടുത്തോണ്ട് വന്ന കണ്ടില്ല. അമ്മ അപ്പുറത്തായിരുന്നു. അങ്ങനെ കറി പറ്റിയോ അമ്മേ? കറി വെന്തിട്ട് വേണം. മാങ്ങ ഇട്ട് കറി കപ്പ കഴിക്കും. അങ്ങനെ എന്നാ ഉണ്ട് വിശേഷമെന്ന് നിങ്ങൾ പറയണം. പിന്നെ ഇന്ന് എന്നാ പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ലെന്ന്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എനിക്കൊന്നും പറ്റിയല്ല ഒരുപാട് സംസാരിക്കാൻ. ഞാൻ പിന്നെ നിങ്ങളെ കാണാലോ, നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാലോ എന്നോർത്തൊരു വീഡിയോ ഇടുന്നു. എപ്പോഴും ഈ വീഡിയോ എടുക്കൽ ഭയങ്കര പാടാട്ടോ. ഭയങ്കര പാടാ. കോഴിയെല്ലാണ് നിന്ന് മഴ നനയുന്നത്. അതുകൊണ്ട് എല്ലാരും നനയുന്നു. എവിടെയും കയറി നിൽക്കുകയല്ല, കുഞ്ഞുങ്ങളെയും കൊണ്ട് നടന്നോളും. എല്ലാരും വരുന്നുണ്ട് ഗോതമ്പ് തിന്നാൻ. പിന്നെ കാബേജിന് മുഴുപ്പ് കൂടിപ്പോയി, ക്യാരറ്റിന്. ഇന്ന് നിങ്ങൾ ഞായറാഴ്ച ആയിട്ട് എവിടെങ്കിലും കറങ്ങാൻ പോവോ? എവിടെങ്കിലുമൊക്കെ ചുറ്റാൻ പോവോ? വെറുതെ ഇരിക്കുമ്പോ, പിള്ളേരും കൂടി ഇരിക്കുമ്പോ, എല്ലാരും വീട്ടിലുണ്ടല്ലോ, എവിടെയെങ്കിലുമൊക്കെ പോയി കറങ്ങാം എന്നോർക്കുന്നവരുണ്ടോ? അങ്ങനെയുള്ളവരുണ്ടല്ലേ, പുറത്തു പോകുന്നവർ. എനിക്ക് എവിടെങ്കിലുമൊക്കെ പോണമെന്നുണ്ട്. പക്ഷെ പിള്ളേര് വരുവാണെങ്കിൽ പിള്ളേരുടെ കൂടെ ആകുമ്പോ നല്ല പോകാൻ. അവിടെ സ്ഥിതിക്ക് കറങ്ങാനും പെറുക്കാനും ഒന്നും ഇഷ്ടമില്ല. സ്ഥിതി കറങ്ങാനും വരികയില്ല, ഒന്നും വരികയില്ല. വീട് പണി, ഓട്ടോറിക്ഷ ഓടിക്കല്, ഇത്രേ ഉള്ളൂ. പിന്നെ പാപ്പുവിനെ കൊഞ്ചിക്കും. പിന്നെ എൻ്റെ ഉള്ളു വേണം നിങ്ങൾക്ക്. നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ ഞാൻ ഇത് കൂട്ട് മേടിച്ചു തരാം. വരുന്നുണ്ട് ആരെങ്കിലും? ഇത് എള്ളുണ്ട. ഇതിന്റെ കറുത്തതുണ്ടേ, എള്ളുണ്ട. ഇത് കറുത്തതല്ല, അല്ലാത്ത. പല്ല് പോകും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കൊതിയാകുന്നുണ്ടോ? അന്ന് ഞാൻ തിന്നുന്നില്ല. അയ്യോ, നിങ്ങളെ കൊതിപ്പിച്ചിട്ടൊന്നും എനിക്ക് വേണ്ട കേട്ടോ. അന്നേരം ഇല്ല, ഞാൻ വീഡിയോ നിർത്തട്ടെ. കറി വെക്കണം. ഒന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇത്രയൊക്കെ മതി എൻ്റെ പിള്ളേരെ വർത്താനം പറഞ്ഞേ. പിന്നെ എന്നാ പറയുന്നേ?
ഓ പിന്നെ എന്നാ പറയാനാ, ഒന്നും പറയാനില്ല. പിള്ളേര് വന്നിട്ട് 2 ആഴ്ചയായി. ഇന്ന് ചിലപ്പം വരുമായിരിക്കും. ഇളയ മോൻ വിളിച്ചായിരുന്നു, ചിലപ്പോ വരാന്ന് പറഞ്ഞു. ചിലപ്പോ വരുമായിരിക്കും അവൻ. അന്നേരം മഴ ആയതുകൊണ്ട് ഒരു ശൈലില്ല മിറ്റവും പെരയും കാണാൻ. പിന്നെ ഞാനും അമ്മയും തന്നെ ഉള്ളൂ. സുജി പണിസ്ഥലത്ത് പോയി. നിങ്ങൾക്ക് എന്നാ ഉണ്ട് വിശേഷമൊന്നും പറയണം, നിങ്ങളുടെ കമന്റ് പറയണം. പിന്നെ നിങ്ങൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോകുന്നുണ്ടോ എന്ന് പറയണം. കറി എന്നാന്ന് പറയണം. പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറയണം. പിന്നെ നിങ്ങളുടെ പേര് അത് പറയണം. എല്ലാം പറയണം. പറയുമോ? അന്നേരം ഇതാ മിഠായി എൻ്റെ കയ്യിലിരിക്കുക. അയ്യോ. അന്നേരം പിന്നെ എന്നാ